പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നൊരിതില്ലേ, ഏത് ഈ ക്രേവിങ്സ്. ആകെ അത് മാറ്റാനുണ്ടായിരുന്ന 2 ഏത്തപ്പഴമാണ്. അങ്ങനെ അതെടുത്ത് നല്ല ചെറിയ പീസസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ഏത്തപ്പഴേ ഉള്ളായിരുന്നു, എന്നാലും ഇതൊക്കെ തന്നെ ധാരാളം. തൽക്കാലം ഈ ക്രേവിങ്സ് ഒന്ന് അടങ്ങി കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയായിരുന്നു, അതും കൂടെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തേങ്ങയും കൂടെ ആ ഏത്തപ്പഴത്തിലോട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. ഇത് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡാക്കി കൊടുക്കാം. തൽക്കാലം ഇത് മതി. പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു, ഗ്യാസിലേക്ക് വെച്ച് ചൂടാക്കി എടുത്തു. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ആഡ് ചെയ്യുന്ന ഏത്തപ്പഴത്തിനനുസരിച്ച് നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം. തൽക്കാലം കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് അധികം വാരി വിതറിയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ആ ഏത്തപ്പഴം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഏത്തപ്പഴം ഒന്ന് ചെറിയ പീസാക്കി കൊത്തിയെടുത്തു. ഇതെന്താണെന്നൊന്നും ചോദിക്കരുത്, പെട്ടെന്ന് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് നേരം നല്ല രീതിയിൽ മിക്സാക്കി എടുത്തു. ചെറിയ പീസാക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചില അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പഴം ഒന്ന് ചെറിയ പീസാക്കി കിട്ടി. മടിയുണ്ടാട്ടോ. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം നല്ലപോലെ മിക്സാക്കി കൊടുത്തു. ആ നെയ്യും തേങ്ങയെല്ലാം അതിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഒരുപാട് മധുരം ആവശ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം തേങ്ങയും നെയ്യും തന്നെ ധാരാളമെന്ന് വെച്ചു. പെട്ടെന്ന് തന്നെ അത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്തു. കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ക്രേവിങ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്